പേടിയാണ് അല്ലേ? കാരണം നമുക്ക് എന്ത് സംഭവിക്കും? ഇപ്പൊ വണ്ടി പോണാണ്, ഞാൻ സ്ഥിരമായിട്ട് വണ്ടിയിൽ എപ്പോഴും നിങ്ങൾ ഡ്രൈവിംഗ് അതുപോലെ ട്രാവൽ ചെയ്യുന്നു. നമ്മളൊക്കെ ഇതിൽ ഇറങ്ങി വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഒരു എതിരിലൊരു വണ്ടി വന്ന് തട്ടിയാൽ നമ്മൾ തീരും. അല്ല, ഈ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോ ഷിയാബ് വളരെ വിശദമായിട്ട് അത് പറയും. പക്ഷെ എനിക്കൊറ്റ കാര്യമേ പറയാനുള്ളൂ. ഈ പറഞ്ഞതിന്റെ പേരില് ഷിഹാബിന് നേരെ ഒരു ചെറിയ വിരലെങ്കിലും നിങ്ങൾ ഉയർത്തിയാൽ, കാരണമില്ലാതെ നിങ്ങൾ തോന്നിവാസത്തിന്റെ പേരിൽ ഉയർത്തി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ നാശമായിരിക്കും. നമസ്കാരം. ഈ മുതുകാടിൻ്റെ വിഷയം തുടങ്ങി വെച്ചത് സുനിത ദേവദാസ് ആണെങ്കിൽ ഇപ്പോൾ വളരെ കട്ട സപ്പോർട്ടായിട്ട് ഗ്രൗണ്ട് ലെവലിൽ ഇറങ്ങിയിട്ട് സീക്രട്ട് ഏജൻറ്റും സായിയും കാദറും നല്ല അടിപൊളി. ഞാൻ സീരിയസ് ആയിട്ട് പറയാം, ഇതൊരു വീഡിയോ എന്ന് മാത്രമല്ല. നമ്മൾ സാധാരണ ഇതിൽ ഈ റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവർ ഈ വീഡിയോസ് ചെയ്യുമ്പോൾ അടിപൊളി വീഡിയോ ഇത് വീഡിയോ എന്നല്ല, ഒരു നല്ലൊരു പ്രവൃത്തി രണ്ടുപേരുടെ ഭാഗത്തുനിന്നും. പിന്നെ ഹാറ്റ്സ് ഓഫ് ടു CP ഷിയാബ്. കാരണം എന്താ വെച്ചാൽ ഷിയാബിനെ നമ്മളെപ്പോഴും കണ്ടിട്ടുള്ള ഒരു ഫൈറ്ററായിട്ടാണ് അല്ലേ. ലൈഫിൽ ഒരുപാട് പേർക്ക് നല്ല നല്ല പാഠങ്ങൾ ഉൾക്കൊണ്ട് നമുക്ക് മുന്നോട്ട് ഫൈറ്റ് ചെയ്ത് നീങ്ങാൻ എക്സാമ്പിൾ സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു തരുന്നൊരു വ്യക്തി. അതിൽ ഷിയാബിനെ കഴിഞ്ഞിട്ട് ഒരാളുള്ളൂ, അല്ലെങ്കിൽ ഷിയാബിനെ പോലത്തെ ആൾക്കാരെ കഴിഞ്ഞിട്ടുള്ളൂ അടുത്ത ആൾക്കാരുള്ളൂ. അപ്പോൾ അതുപോലെ ഫിസിക്കലി നമ്മളൊരു ചലഞ്ച് നമ്മൾ ഫേസ് ചെയ്യുന്ന സമയത്ത്, എസ്പെഷ്യലി നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി, ഒരു 6 വർഷം ഇതെല്ലാ കാര്യങ്ങളും മനസ്സിലുള്ളിൽ ഒതുക്കിയിട്ടാണ് ഷിയാബ് നടന്നിട്ടുള്ളത്. ഞാനിപ്പോൾ റെഫർ ചെയ്യുന്നത് നിങ്ങൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരിക്കും, അവരുടെ ഷിയാബിൻ്റെ പ്രസ് മീറ്റും പിന്നെ ഇപ്പോൾ സായിയുടെ വീഡിയോയും. ഈ രണ്ട് കാര്യത്തിലും അവർ എന്താ പറയുക, രണ്ട് കാര്യം പറയാനുള്ളൂ. ഒന്ന് ഞാൻ പറഞ്ഞതാണ് ഷിയാബിൻ്റെ ധൈര്യം എന്ന് പറഞ്ഞാൽ ആ ധൈര്യം കൊടുത്തിട്ടുള്ള സായിനെയും കാദറിനെയും പ്രത്യേകം പറയാതെ വയ്യ. പിന്നെ എന്താ വെച്ചാൽ അതിലേറെ സംഭവം വെച്ചാൽ നമ്മളിപ്പോൾ 2-3 വീഡിയോ ഇപ്പോൾ ഈ മുതുകാടിൻ്റെ കേസിൽ ചെയ്തു കേട്ടോ. ആദ്യത്തെ വീഡിയോ ഞാൻ ഫസ്റ്റ് ഈ ഒരു പ്രശ്നം വന്ന സമയത്താണ് ഞാൻ ഫസ്റ്റ് വീഡിയോ ചെയ്ത്. ആ വീഡിയോയിൽ ഞാൻ പറയാലോ, മുതുകാടിൻ്റെ ഫാൻസിൻ്റെ വക അത്യാവശ്യം നല്ല രീതിയിലുള്ള സൈബർ അറ്റാക്ക് നേരിട്ടൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് നിങ്ങൾ കണ്ടവർക്കറിയാം രണ്ടാമത്തെ വീഡിയോ അത്രയും ഭ്രാന്ത് പിടിച്ച് ഞാൻ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു ഇഷ്യൂവിൽ അഡ്രസ്സ് ചെയ്തൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സാമ്പത്തിക ക്രമക്കേടോ പരിപാടിയോ കാര്യങ്ങളായിരുന്നില്ല. നമ്മളെപ്പോഴും ചിന്തിച്ചതെന്ന് വെച്ചാൽ അതിൽ ഈ അനുഭവിക്കപ്പെട്ടിട്ടുള്ള ഈ കുട്ടികളുടെയും അവരുടെ മാതാപിതാക്കളുടെ മാനസികാവസ്ഥ, ഇതാണ് ഞാൻ എൻ്റെ 2 വീഡിയോയിലൂടെയും പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇന്നെന്താ വെച്ചാൽ അതിൻ്റെ പുറകിൽ ഇവർ പറഞ്ഞു കേട്ടിട്ടുള്ള 2 വ്യക്തികൾ, ഒന്ന് ശൈലജ ടീച്ചറും, പുറകിൽ നിന്നല്ല അതിൽ കൂടെ വായിച്ച പേരുകൾ ശൈലജ ടീച്ചറും ഡോക്ടർ അഷീലും. നമ്മളിങ്ങനെ ഓരോരുത്തരെ കുറിച്ച് പല കാര്യങ്ങളും വിചാരിച്ച് വെക്കുന്നതൊക്കെ ഉടയുക എന്നുള്ള രീതിയിൽ പറയില്ലേ. മുതുകാടിൻ്റെ പിന്നൊന്നും പറയാനില്ല. കാരണം വെച്ചാൽ ഫസ്റ്റ് തന്നെ ഇത് കേട്ട സമയത്ത് തന്നെ നമ്മളെ അഭിപ്രായത്തിൽ പറഞ്ഞാണ് പിന്നെ വെച്ചാൽ ഒരാളുടെ പിന്നെ ഒരു കല്ലുകടി, ഒരു ചെറിയൊരു സംശയം നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആളുടെ എല്ലാ വീഡിയോസും, ഇപ്പോൾ ഞാൻ പഴയ വീഡിയോസൊക്കെ ഇയാളുടെ എടുത്ത് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഇനി അങ്ങനെ തോന്നുകയാണെന്നുള്ളത് അറിയില്ല. ഇയാളുടെ റിയൽ ഫേസും പിന്നെ ഇയാൾ ഈ പറഞ്ഞിട്ടുള്ള ഇന്നിപ്പോൾ രാവിലെ ഞാൻ നീറ്റിട്ട് ഏകദേശം ഒരു 6-7 വീഡിയോ, ഒരു 10ഓളം വീഡിയോസ് പാട്ടായിട്ട് ഇങ്ങനെ കണ്ടു. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞിട്ട് ആ ഒരു വീഡിയോസും അതിലിപ്പോൾ ഇയാളിപ്പോൾ റിയൽ ലൈഫിൽ ഇയാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സംഭവം കൂടി വെച്ച് കോറിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ സത്യം പറയാലോ, നമുക്ക് ഈ ലോകത്ത് ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്തിന് എങ്ങനെ വിശ്വസിക്കുന്നുള്ള അറിയില്ല അല്ലേ. അല്ല, നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്. കാരണം റിയൽ ലൈഫും പുറത്തേക്കുള്ള ലൈഫും പിന്നെ ഇവർ പുറത്തേക്ക് ഈ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റുള്ള മീഡിയയിലൂടെയൊക്കെ പോർട്രേ ചെയ്യുന്നിട്ടുള്ള ആ ലൈഫും തമ്മിൽ എൻറ്റയർലി ഡിഫറെൻ്റാണ്. ഷിയാബിൻ്റെ കേസ് എല്ലാവരും കേട്ടു എന്ന് വിചാരിക്കുന്നു. എനിക്കെന്താ വെച്ചാൽ ഷിയാബിൻ്റെ വാപ്പ പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, ഇങ്ങനൊരു വ്യക്തിയുടെ കൂടെ നിൽക്കുന്നതിനേക്കാളും നല്ല പിച്ചെടുത്ത് ജീവിക്കുകയാണ് ഷിയാബ് എന്ന്. അത് അടിപൊളിയാട്ടോ. എന്താ പറയുക, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് ഷിയാബ് ആ ഒരു രീതിയിൽ ഷിയാബിന് മുന്നേറാൻ പറ്റുന്നത്. കാരണം വെച്ചാൽ നമുക്ക് എന്തെങ്കിലും സംഭവം നമുക്ക് ചലഞ്ചസ് ഏറ്റെടുത്ത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലീൻ്റെ അടുത്ത് നിന്നുള്ള സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അല്ലാണ്ട് നമുക്ക് ഒരു ഇൻഡിവിജ്വലിന് അങ്ങനെ ഇങ്ങനെയും ചെയ്യാൻ കഴിയില്ല. കാരണം ഫാമിലി നമ്മളെ കൂടെ നിന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന്. രണ്ടാമത് പ്രസ് ക്ലബ്ബിൽ ഷിയാബ് പറഞ്ഞിട്ടുള്ള, പിന്നെ സായിയുടെ വീഡിയോയിൽ ഷിയാബ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് പറയുന്നില്ല. പക്ഷേ എന്നാലും ഞാൻ റീകളക്ട് ചെയ്ത് പറയുന്ന 1-2 കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ബേസിക്കലി ആ ഒരു പ്രസ്ഥാനം, ഏതൊരു പ്രസ്ഥാനമാണെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഈ മുതുകാടിൻ്റെ ഈ ഒരു പ്രസ്ഥാനം വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അയാൾ തിരഞ്ഞെടുക്കുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിസ്സഹായരായിട്ടുള്ള അല്ലേ, നമുക്ക് ലൈഫിൽ തന്നെ ഹെൽപ്ലെസ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ അല്ലേ. ഹെൽപ്ലെസ് ആയിട്ടുള്ള ആൾക്കാരെ അവരുടെ ഈ എബിലിറ്റീസിനെ അല്ലേ, അവരുടെ ഡിസബിലിറ്റീസ് തന്നെ പറയാം, ഡിസബിലിറ്റീസിനെ ചൂഷണം ചെയ്തുകൊണ്ട് നമ്മുടെ സ്വന്തം സ്ഥാപനം വളർത്തുന്നത്. ഞാനൊരു ഇതിൽ കമ്പയർ ചെയ്യട്ടെ. ഈ കമ്പാരിസൺ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്നതെന്ന് വെച്ചാൽ ഈ എന്താ പറയുക, നമ്മൾ TV-യിലൊക്കെ കണ്ടിട്ടുണ്ട്, ചില സിനിമകളിൽ കണ്ടിട്ടുണ്ട് ഈ ഭിക്ഷാടന മാഫിയ അല്ലേ. അതായത് ഈ അംഗവൈകല്യമുള്ള ആൾക്കാരെ
അതുപോലെ അംഗവൈകല്യം എന്നല്ല പറയുക, ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ട് അതേമാതിരി നല്ല ഈ കുട്ടികളൊക്കെ തട്ടിക്കൊണ്ടുപോയി കണ്ണ് കുത്തി പൊട്ടിച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ഭിക്ഷാടനത്തിന് ആക്കിയിട്ട് ആ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുക എന്ന് പറയില്ലേ, അതിൽ കൈയിട്ട് വാരിയിട്ട് സ്വന്തം ഉപജീവനം നടത്തണ്ടേ ആ ആൾക്കാരുണ്ടല്ലോ. എത്രത്തോളം അങ്ങനത്തെ ഒരു നികൃഷ്ട ജീവികളായിട്ട് നമ്മൾ അവരെ കാണുന്നത് അല്ലേ. വേറൊരാളുടെ എബിലിറ്റീസിനെ ചൂഷണം ചെയ്തിട്ട് അല്ലെ ഡിസബിലിറ്റീസിനെ ചൂഷണം ചെയ്തിട്ട് ആ ഒരു ടൈപ്പല്ലേ ഇയാളിപ്പോൾ. സത്യത്തിൽ എനിക്കങ്ങനെ പെട്ടെന്ന് ഇയാളുടെ ഈ കേസും കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് കംപ്ലീറ്റ് ഫീൽ ചെയ്യുന്നത്. കാരണം മറ്റൊരാളുടെ ഈ കുറവുകളെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അവരുടെ ആ ഒരു അവസ്ഥയെ ചൂഷണം ചെയ്തിട്ട് ആ അവസ്ഥയും കൂടി മുതലെടുത്തിട്ട് സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുത്തിട്ട് അതാണ് ഇത് എല്ലാ കാലവും നമുക്ക് നിലനിൽക്കാൻ കഴിയില്ല അല്ലേ. സത്യം എന്നായാലും പുറത്തു വരും. നമുക്ക് ഒരുപാട് വർഷം നമുക്ക് കൊണ്ട് അങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് എനിക്ക് തോന്നുന്നതെന്തറിയോ, ഈ മഞ്ഞുമല ഉണ്ടല്ലോ അല്ലേ, ഐസ്ബർഗ് അല്ലേ പറയാം, മഞ്ഞുമല അങ്ങനെ ഒരു ചെറിയൊരു അറ്റം മാത്രം പുറത്തേക്ക് കാണും, ഈ കടലിന് അടിയിലേക്ക് ഒരുപാടുണ്ടായിരിക്കും. എനിക്ക് അങ്ങനെ ഒരു സംഗതി ഇതിൽ പേഴ്സണലി ഫീൽ ചെയ്യുന്നു. കാരണം വെച്ചാൽ ഇതിൻ്റെ അടിയിൽ ഒരുപാട് പേരുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. കാരണം വെച്ചാൽ ഇന്നലെ ഇപ്പോൾ സായിയുടെ വീഡിയോ തന്നെ സായി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതിലൊരു 75% ഷിയാബൻ തന്നെ പറഞ്ഞു 75% സംഗതികൾ മാത്രമേ 25% മാത്രമേ പുറത്തേക്ക് വന്നിട്ടുള്ളൂ, ഇനി 75% ഇതിൽ പുറത്തേക്ക് വരാൻ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എന്താണെന്നുണ്ടെങ്കിലും ഞെട്ട് അല്ലേ സത്യം പറഞ്ഞാൽ. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് ആ അമ്മമാരുടെ സംസാരം കേട്ടപ്പോൾ തന്നെ എന്തോ ആൾ ശരിയല്ല എന്നുള്ളത് തോന്നി. പക്ഷേ ഒരാളുടെ അതാ ഞാൻ പിന്നെയും പറയണത്, ഈ നമ്മളൊരു സാമ്രാജ്യം അല്ലെങ്കിൽ ഒരിത് കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് ഇത്ര അധികം ആൾക്കാരുടെ കണ്ണീരും ശാപവും. ശരിയാണ്, ഒരാൾ വളരുന്ന സമയത്ത് ഒന്ന് ചീഞ്ഞിട്ട് മറ്റൊന്നിന് വളാവുക എന്ന് പറയില്ലേ, ആ ഒരു കണ്ടീഷനിലാണിത്. കാരണം അത്രയും എന്ത് ചെയ്തിട്ടെന്തിനാ അല്ലേ. ഇനി ഡോക്ടർ അഷീലാണെന്നുണ്ടെങ്കിൽ അഷീലിൻ്റെ പ്രൊഫൈൽ ചെയ്യാൻ ഓൾറെഡി നമുക്കറിയാം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റെപ്രസെൻ്റ് ചെയ്യുന്ന വ്യക്തി എന്താണ് ഇതുപോലെ ചെയ്തിട്ട് ഈ മോട്ടിവേഷൻ സംഗതികളൊക്കെ ചെയ്തിട്ട് എന്ത് കിട്ടുന്നു, എന്താണ് നേടുന്നതെന്ന് ആലോചിച്ച് നോക്കണേ അല്ലേ. പിന്നെ ഫസ്റ്റ് ഞാൻ ആ ക്ലിപ്പ് പ്ലേ ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ സായി പറഞ്ഞിട്ടുള്ളൊരു പോയിൻ്റാണ്. കാരണം ഡെയിലി വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പുറത്തുള്ളവർ അത്രയും പവർഫുൾ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ തട്ടോ മുട്ടോ കഴിഞ്ഞാൽ മനുഷ്യൻ ജീവിതം അവസാനിക്കാവുന്നേ ഉള്ളൂ അല്ലേ. അപ്പോൾ ആ ഒരു പേടി ഉണ്ടായിരിക്കും ഉള്ളിൽ. അതുകൊണ്ടായിരിക്കാം 6 വർഷം ഷിയാബ് ഈ കാര്യങ്ങളൊന്നും തുറന്നു പറയാതിരുന്നത്. ഷിയാബിൻ്റെ പത്രസമ്മേളനത്തിൽ നടന്ന കാര്യങ്ങൾ പിന്നെയും ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നതിൽ വലിയ അർത്ഥമില്ല. കാരണം ചില ഷിയാബെന്നെ പറഞ്ഞു, ഞാൻ സത്യം പറഞ്ഞാൽ എന്താ അറിയോ, 2 പ്രാവശ്യം അത് കേട്ടു. ആ കേൾക്കുന്ന സമയത്തും നമുക്ക് എന്താ വെച്ചാൽ ഈ ആദ്യമൊക്കെ ഇയാളോട് ഭയങ്കര മുതുകാടിനോട് കാര്യം പറഞ്ഞ സമയത്ത് ഭയങ്കര ദേഷ്യം, അയാളുടെ വർത്താനം ഇവിടെ ഉണ്ട് കഷ്ടം. ഇനിയും മുതുകാടിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടോ അറിയാനൊരാഗ്രഹം. കാരണം വെച്ചാൽ സീരിയസ്ലി ഇപ്പം ഞാൻ സായിയുടെ വീഡിയോൻ്റെ അടിയിൽ ഒരു കമൻറ്റ് കേട്ടോ, കമൻറ്റ് വീഡിയോ അപ്പോഴേക്ക് പോയി ഫസ്റ്റ് ഒരു കമൻറ്റ് അതാണ് സത്യം. ഇനിയും മുതുകാടിനെ ദൈവമായി കാണുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ പുച്ഛം മാത്രം. സീരിയസ് ആയിട്ട് പറയാം. ഇനിയും ഗോപിനാഥ് മുതുകാട് എന്ന വ്യക്തിനെയും ഈ ഒരു സംഗതികളെയൊക്കെ ദൈവമായി കണ്ട് ഇതിനെ വീണ്ടും ന്യായീകരിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ സീരിയസ്ലി മക്കളെ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, ഈതർ യു ഹാവ് സം പ്രോബ്ലം, അല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ വേറുള്ള മറ്റുള്ള നിസ്സഹായരായ മനുഷ്യരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തി അതിൽ നിന്ന് വേറെ കഴിവുകളും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് അതിൽ നിന്ന് ആനന്ദം കണ്ടെത്തി മുന്നോട്ട് സഞ്ചരിക്കാൻ വളരാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങൾ. വളരെ സാഡ്ലി അത് പറയേണ്ടി വരും.